അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വരുമാനം ഇല്ലാത്തതിനാൽ അതിൻ്റെ പേരിൽ വിഷമിക്കുന്ന സങ്കടപ്പെടുന്നവർ, അതുപോലെ കച്ചവട ബിസിനസ്സിൽ സങ്കടപ്രയാസം അനുഭവപ്പെടുന്നവർ, പരസ്പരം പിണക്കത്തിൽ കഴിയുന്നവർ, ഇവർക്കൊക്കെ വലിയൊരു പരിഹാരമാണ് സൂറത്തുൽ ദുഹ. ഞാൻ പറയുന്ന രീതിയിൽ അത് പാരായണം ചെയ്യുകയാണെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യം ശ്രദ്ധിക്കാം. തീർച്ചയായും വലിയ ഗുണമാണ് കിട്ടാൻ പോകുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷം കിട്ടിയ ഒരു സൂറത്താണ്. ഹബീബിൻ്റെ മുഖം പ്രകാശിച്ച ദിവസമാണ്. സൂറത്തുൽ ദുഹ ഇറങ്ങിയപ്പോൾ നബി അങ്ങേ നബി അങ്ങേ ഒഴിവാക്കിയിട്ടില്ല നബിയെ എന്നുള്ള വാർത്ത പലരും നബി ആക്ഷേപിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സന്തോഷം നൽകിയ, മുഖപ്രകാശിക്കാൻ കാരണമായ ഒരു സൂറത്താണ് സൂറത്തുൽ ദുഹ. 11 ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ, ചുരുങ്ങിയ ദിവസം കൊണ്ട് അത്ഭുതകരമായ നേട്ടം. വരുമാനത്തിൻ്റെ മാർഗം നിലച്ചു പോയാൽ മാനസികമായി വലിയ പ്രയാസം ഉണ്ടാകും. കുടുംബക്കാരോടൊന്ന് സംസാരിക്കാനോ, അല്ലെങ്കിൽ ഭാര്യയോട് സംസാരിക്കാനോ, അല്ല മക്കളോട് സ്നേഹത്തിൽ പെരുമാറാനോ, അല്ല വീട്ടിൽ സന്തോഷത്തിൽ കഴിയാനോ ഒന്നിനും സാധിക്കില്ല. ഈ വരുമാനം നിലച്ചു പോയാൽ, നമുക്ക് വരുന്ന വരുമാനത്തിനൊരു തടസ്സമേറ്റാൽ നമ്മുടെ സന്തോഷമെല്ലാം അവിടെ തകർന്ന് തരിപ്പനമായി പോകും. അപ്പോൾ വരുമാനം എന്നുള്ളത് നമ്മുടെ ജീവിതം നിലനിൽക്കാനും ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ വലിയ കാര്യമാണ്. അപ്പോൾ വരുമാനമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, ഇങ്ങനെ പ്രയാസപ്പെടുന്നവർക്ക് സൂറത്തുൽ ദുഹ വലിയ ഒരു മരുന്നാണ്. സൂറത്തുൽ ദുഹ എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ മക്തൂബാത്തുകൾക്ക് ശേഷം, അതായത് എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം 17 തവണ സൂറത്തുൽ ദുഹ ഓതണം. വദ്ദുഹ വല്ലൈലി ഇദാ സജ എന്ന് പറയുന്ന സൂറത്ത് 17 തവണ ഓതണം. എത്ര ദിവസം? 11 ദിവസം. സ്കാരം കഴിഞ്ഞ് അതിൻ്റെ ശേഷമുള്ള ദിക്റ് ദുആകളെല്ലാം കഴിഞ്ഞ് അതേ ഇരിപ്പിലിരിക്കുക. എന്നിട്ട് ആത്മാർത്ഥമായി ഒരു തെറ്റും കൂടാതെ 17 തവണ സൂറത്ത് ഓതുക എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം. നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, 11 ദിവസമാകുമ്പോൾ അത്ഭുതകരമായൊരു മാറ്റം, സാമ്പത്തികമായ വലിയ അഭിവൃദ്ധി അള്ളാഹു ഉണ്ടാക്കിത്തരും. കച്ചവടത്തിൻ്റെ ചരക്കുകളെല്ലാം ഉണ്ട്, പക്ഷേ കച്ചവടമാകുന്നില്ല. വലിയ പ്രയാസത്തിൽ കഴിയുന്നവർ ചെയ്യേണ്ടത് സുബ്ഹി നമസ്കാരത്തിൻ്റെ ശേഷം സൂറത്തുൽ ദുഹ 40 തവണ പാരായണം ചെയ്യുക. 40 തവണ പാരായണം ചെയ്ത് ഒരു ശുദ്ധ വെള്ളത്തിൽ ഓതുക. എന്നിട്ട് ആ വെള്ളം കച്ചവട ചരക്കുകൾക്കൊന്ന് സ്പ്രേ ചെയ്യാം. ആ സ്പ്രേ ചെയ്യപ്പെട്ട എല്ലാ വസ്തുക്കളും പെട്ടെന്ന് കച്ചവടം അത് വിട്ടുപോകും. അതിൽ വലിയ സാമ്പത്തിക വർക്കത്തുണ്ടാകും. അത് ചുരുക്കി പറയാം. അതുപോലെ പിണങ്ങി കഴിയുന്നവർ, അയൽവാസികളോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടോ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരോ, കോടിക്കണക്കിന് സമ്പത്തിൻ്റെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പിണക്കമാണെങ്കിൽ എന്ത് സന്തോഷമാണ് ജീവിതത്തിൽ. മക്കളുമായിട്ട് പിണക്കങ്ങളാണ്, എന്ത് സന്തോഷമാണ്. ജ്യേഷ്ഠതനുജ പിണക്കമാണ്, സന്തോഷമെല്ലാം തകർന്നു പോകും. അവർ 11 തവണ ഖിബ്ലയിലേക്ക് മുന്നിട്ട് സൂറത്തുൽ ദുഹ ഓതുക. ദുഹ ഓതിയതിൻ്റെ ശേഷം അല്ലാഹു അക്ബർ എന്ന് പറയാം. നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.